ഹരിപ്പാട് മണ്ഡലത്തിൽ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ രമേശ് ചെന്നിത്തലയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. പലവട്ടം അവിടെ നിന്ന് ജയിച്ചു പോന്നിട്ടുള്ള ആളാണ്. ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. ശരിയാണ്, ഹരിപ്പാട് പൊതുവെ ഒരു ഇടതുപക്ഷ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഇതൊന്നും കാര്യമില്ല, നല്ല രീതിയിൽ അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു വരികയാണ്. ഇത്തവണ സന്ദീപ് വാചസ്പതി എന്ന് പറയുന്ന BJPയുടെ സ്പോക്സ് പേഴ്സൺ, അല്ലെങ്കിൽ അദ്ദേഹം ചാനലിലൊക്കെ നിൽക്കുന്ന ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ജിസ്മോൻ എന്ന് പറയുന്ന AYFന്റെ നേതാവാണ് അവിടെ LDF സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥി ഇദ്ദേഹമാണ്. ഒന്നാമത്തെ കാര്യം, സന്ദീപ് വാചസ്പതി മത്സരിക്കാൻ ആലോചിച്ചിരുന്ന ഇവിടെയല്ല. അദ്ദേഹത്തിന്റെ നാടും അദ്ദേഹം കുറെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചെങ്ങന്നൂരാണ്. നമുക്ക് സംശയമുണ്ട്, ഡീലിന്റെ പുറത്ത് വാചസ്പതി അവിടെ നിന്ന് മാറ്റിയതാണോ? അതുകൊണ്ടാണ് ആളുകൾ അത് പറയുന്നത്. വാചസ്പതിക്ക് അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ വളരെ കൂടുതൽ വോട്ട് പിടിക്കാമായിരുന്നു. അങ്ങനെ പിടിച്ചാൽ സജി ചെറിയാൻ തോൽക്കും എന്ന ഭയമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് മാറ്റി. ഡീലാണെന്ന് പറയുന്നവരുണ്ട്. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം ഡീലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ കാരണം ചെങ്ങന്നൂർ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് BJPക്ക് കിട്ടിയിട്ടുള്ള ശ്രീധരൻപിള്ളയ്ക്ക് 35,000-40,000 താഴെ വോട്ട് പിടിച്ചിട്ടുള്ളത്. അവിടെ വാചസ്പതി തൻ്റെ നേട്ടം കൊണ്ട് ചെയ്യുമെന്നുള്ളത് അറിയാം. അദ്ദേഹം പോയി തന്ത്രി ജയിലിൽ നിന്ന് വന്നപ്പോൾ തന്ത്രിയെ പോയി കാണുക, അങ്ങനെയുള്ള ചില അഭ്യാസങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എനിക്കറിയില്ല തന്ത്രി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ഞാൻ പറയണില്ല, അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. തന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് BJP നേതാക്കന്മാർ വരുന്നതിന് മുമ്പ് നേരിട്ട് പോയി പിന്തുണ പ്രഖ്യാപിച്ച ആളാണ് സന്ദീപ് വാചസ്പതി. അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഹരിപ്പാട് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയേ അല്ല. കടുത്ത BJP വോട്ടുകൾ ഒഴിച്ചാൽ ബാക്കി വോട്ടുകൾ സ്വാധീനിക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് ഹരിപ്പാടില്ല. കാരണം അതിനുള്ള വ്യക്തിബന്ധവും കുറവാണ്, ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ചെങ്ങന്നൂരാണ് നല്ല വ്യക്തിബന്ധമൊക്കെ ഉള്ളത്. അപ്പൊ വ്യക്തിബന്ധം കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് പിടിക്കുക എന്നുള്ളത് ഒരു സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കാൽക്കുലേഷനിൽ അദ്ദേഹം അവിടെ ഡിസ്റ്റന്റ് തേർഡ് ആവാനാണ് സാധ്യത. എൻ്റെ മറ്റ് സർവേ കാര്യങ്ങളൊന്നും ഞാൻ നോക്കി, അതിലും എല്ലാത്തിലും ഒരു ഡിസ്റ്റന്റ് തേർഡാണ് സന്ദീപ് വാചസ്പതി. എങ്കിലും വാചസ്പതിയെ ജയിപ്പിക്കാൻ BJP സംബന്ധിച്ചിടത്തോളം അവര്, അല്ലെങ്കിൽ അയാൾക്ക് വോട്ട് കൂട്ടി പിടിക്കാൻ വലിയ തോതിൽ പണമിറക്കുന്നു. ഗുജറാത്തിലെ ചില മുതലാളിമാരോ പണച്ചാക്കുകളോ അവിടെ വന്ന് പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതെന്തോ ആവട്ടെ. അപ്പൊ തീർച്ചയായിട്ടും സന്ദീപ് വാചസ്പതി അവിടെ ഇതുകൊണ്ട്, പണം കൊണ്ട് അവിടെ വോട്ട് പിടിക്കും എന്നാണ് ഒരു ധാരണ. പക്ഷെ ഇത് കേരളമാണ്. സന്ദീപ് വാചസ്പതി BJP അങ്ങനെ ഇഷ്ടം പോലെ പണമിറക്കി ജനങ്ങളെ സ്വാധീനിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല കേരളം എന്ന് സന്ദീപ് വാചസ്പതിക്കെങ്കിലും അറിയണം. ഗുജറാത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പണം മുടക്കുന്ന ആളുകൾ അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയില്ല, ഇവിടെ പണം മുടക്കിയാൽ അവിടെയൊക്കെ സീറ്റ് കിട്ടുമായിരിക്കും. ഇവിടെ കിട്ടില്ല. പണം കൊണ്ട് സീറ്റ് മേടിക്കാൻ പറ്റില്ല. ഇവിടെ സീറ്റ് മേടിക്കാം, പക്ഷെ ജയിക്കാൻ പറ്റില്ല. ജയിക്കണതൊക്കെ വേറെ പല കാരണം കൊണ്ടാണ്. അപ്പൊ സന്ദീപ് വാചസ്പതിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തിൽ ഇനി എങ്ങനെ തകിടം പറഞ്ഞാലും അദ്ദേഹത്തിന് 3ാം സ്ഥാനത്ത് നിന്ന് കയറാൻ പറ്റില്ല. അയാൾ വളരെ ശക്തമായി വോട്ട് പിടിച്ചാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അത് രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാക്കുമോ അതോ ഭൂരിപക്ഷം കൂട്ടുമോ എന്നത് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്നത്തെ നിലയ്ക്ക് സന്ദീപ് വാചസ്പതിക്ക് പിടിക്കാവുന്ന വോട്ടുകൾ LDFന്റെ വോട്ടുകളാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ BJP വോട്ട് കൂട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ LDFന്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം അതങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അതിന് ചില സമുദായ സമവാക്യങ്ങളുണ്ട്. അതുകൊണ്ട് സന്ദീപ് വാചസ്പതി എത്ര പണം ചെലവാക്കിയാലും അത് ഏതെങ്കിലും തരത്തിൽ രമേശ് ചെന്നിത്തലയുടെ വിജയത്തെ ബാധിക്കും എന്ന് ഞാൻ കാണുന്നില്ല.